സ്റ്റാർട്ട്. എന്താ മൊമെന്റ് ചെയ്യാൻ പോകുന്നത്? ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞൊന്നും പറയൂ. എന്തുണ്ണിയപ്പോ? അയ്യോ, ഉണ്ണിയപ്പം ശർക്കര എന്തൊക്കെയാ? ശർക്കര, പഴം, പിന്നെ ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണോ പറയുന്നത്? ഓക്കെ, ആണല്ലേ. ഇന്നെന്താ സ്പെഷ്യൽ? എന്താ ഉണ്ണിയപ്പം ചൂടാൻ? ഇതെടുത്ത് ഇങ്ങോട്ട് വെച്ചോളി. ഇത് ചൂടാൻ കാരണം ഇവിടെ കുറച്ച് പഴം ഉണ്ടായിരുന്നു, അപ്പൊ നല്ലോണം പഴുത്തപ്പോ കുറച്ച് ചൂടാന്ന് വിചാരിച്ചു. വെരി ഗുഡ്, താങ്ക്സ്. എനിക്ക് തന്നിനി. അതെങ്ങനെ പഴം? പഴം നല്ല അടിപൊളിയായിരുന്നു. അമ്മൂമ്മയാണൊക്കെ പഴുത്തിട്ടല്ലേ എടുത്ത്? അതെ. അപ്പം ഞങ്ങളിവിടെ ഒരു ചെറിയ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാണ്. അമ്മൂമ്മയാണ് ഉണ്ണിയപ്പം സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, ഉണ്ണിയപ്പച്ചട്ടി. ഇത് എത്ര വർഷം പഴക്കമുള്ള ഉണ്ണിയപ്പച്ചട്ടി അമ്മൂമ്മ? ഉണ്ണിയപ്പത്തിന്റെ ചട്ടിയോ? അത് ഒരു 30 കൊല്ലത്തെ ഉണ്ടാവും. അത്രേ ഉള്ളില്ല. ഞാൻ വിചാരിച്ച് അമ്മൂമ്മ ചെറുപ്പത്തിലുള്ള എടുക്കാൻ കൊറേ പാടുപെട്ട് അങ്ങനെ പറഞ്ഞനെ കൊണ്ട് എനിക്ക് നീ എന്താ തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്ത് തോന്നാൻ? ഞാനോ പറഞ്ഞപ്പോ നിങ്ങള് ചെയ്യില്ലോ, ഞാൻ നിങ്ങളോട് മിണ്ടൂല. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞേ. ഇതെങ്ങനെ നന്നാക്കി എടുത്തത്? എന്തിട്ടിട്ടാ? സബീനപ്പൊടി ഇട്ട് നല്ലോണം അരച്ച്, എന്നിട്ട് നല്ലോണം മെഴുക്ക് പരത്തി, എന്നിട്ട് ചെറിയുള്ളി കുത്തി ചതുക്കി ഓരോരോ കുഴിയിലും വെച്ച്, എന്നിട്ട് നന്നാക്കി. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് കാണാം ഗൈസ്. എവിടെ മാവ്? അവിടെ അമ്മ ഇതിൽ എന്തൊക്കെയാട്ടോ ഈ മാവിനകത്ത്? ജീരകം, തേങ്ങാക്കൊത്ത്, പഴം മിക്സിയിലടിച്ചത്, അരിപ്പൊടി, ശർക്കര. ഓക്കെ, അത്രേ ഉള്ളൂ. എന്നിട്ട് എത്ര നേരം വെക്കണം ഇതൊന്ന് റെഡിയാവാൻ? ഞങ്ങള് ഒരു അരമണിക്കൂർ വെച്ച്. അരമണിക്കൂർ വെച്ച്. അപ്പൊ ഉള്ളിലൊക്കെ ഇങ്ങനെ നല്ല അടിപൊളിയായോ? ഇന്നലെ ചുട്ട് നന്നായിരുന്നു. ഇന്നത്തെ ചുട്ട് നോക്കട്ടെ. ഇന്നലെ വരുമെന്ന് വിചാരിച്ച് ഞാൻ കാത്തുനിന്ന് വന്നില്ല. അരിശ കഴിക്കാനാ? അരിശയ്ക്ക് കഴിക്കാം, എല്ലാവർക്കും കാണാം. അങ്ങനെയൊക്കെ തന്നെ. കുറച്ചേ ഉള്ളൂ. ഓക്കെ, എടാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ലേ. എന്താ ഇനി എടുക്കാനുള്ളത്? ഒന്നും എടുക്കാനില്ല. ഞാൻ തന്ന സാമ്പാർ പൊടി വെച്ചിട്ട് ഇതിവിടെ ഉണ്ടായതാ? ഒന്നുള്ളൂ. വീട്ടിൽ കൊണ്ടുപോകാൻ വീട്ടിൽ കൊണ്ടുപോകാൻ അന്നത്താണ് എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. എന്തിനാ എല്ലാവർക്കും കൊടുത്ത? ഇവിടെ വെച്ച് ഇതാക്കിയാ പോലെ. ഓക്കെ, ആരാണ് ഈ ഓള്? ആരാ? ഓക്കെ, ഇതൊന്ന് പൊളിച്ചേരി. എന്റെ കയ്യില് ഇത് ഇങ്ങനെ ഇങ്ങനെ പോയി. എന്തുകൊണ്ട് ഇരിക്കുന്നു അമ്മ? എനിക്കിങ്ങനെ ഓരോന്ന് മറന്നു പോകാനെ. എന്താ മമ്മിക്ക് മറവിന്റെ അസുഖം ഉണ്ടോ? അപ്പൊ വയസ്സായില്ലേ? കണ്ടാ തോന്നുന്നുണ്ടോ? കണ്ടാ ഭയങ്കര കുളൂസിലാണല്ലോ. സ്വർണ്ണം മാന് അടിപൊളി സാരിയൊക്കെ കൊടുത്ത് ഉടിപ്പിച്ചതല്ലേ. അത് ഉടുക്കി ഇതുടുക്കി ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നല്ല സമയത്തിനാ വന്നത്. മറ്റേ എനിക്ക് ചോറിന് അരി ഇട്ടാ പിന്നെ അവിടെ ചൂടാൻ പറ്റൂല. പിന്നെ ഗ്യാസിൽ എനിക്ക് ചൂടാൻ പേടിയാ. മെഴുക്കെങ്ങാനും പുറത്തേക്ക് തെറിച്ചു പോയാലും പാടിയോടൂലേ. കൊണ്ട് ഇവിടെ ആരും ഇല്ലാത്തല്ലേ. പറിച്ചിരിക്കുന്നോ നോക്കിയതാണ്. എത്ര നേരം എടുക്കും പതയ്ക്കാൻ? അതിപ്പോ നല്ലോണം കത്തുന്നുണ്ട്. രാവിലെ തന്നെ മണ്ണിലൊന്ന് പോയി. അതെവിടെയാ? ഞങ്ങൾ അമ്പലം. അതിനുശേഷം അതോർന്ന് പോയി. രണ്ടമ്പലത്തിൽ ഒരു ദിവസം. ഇന്നെന്താ സ്പെഷ്യൽ? എന്താ പറ? ഒന്നുമില്ല. എന്താ? മാമന്ന് പോയി. എവിടെ? വർക്കല്. അപ്പൊ എന്തോ സ്പെഷ്യൽ ഉണ്ടല്ലോ. എന്താ? അമ്മമ്മന്റെ ബർത്ത്ഡേ ആണോ? ശനിയാഴ്ചയല്ലേ?
ആ ബർത്ത്ഡേ ആണെന്ന് കുട്ടിക്ക് ചിങ്ങമാസത്തിലാണത്. ഓ അതാണല്ലേ. ഓക്കെ. എന്നിട്ട് എന്താ എന്നോട് പറയാത്ത? ബർത്ത്ഡേ ഒന്നും അല്ല, ഞാൻ വെറുതെ പോയിരുന്ന. പിന്നെ മാമനും പോയി. മാമ കുറേ ആകുമ്പോഴത്തേക്ക് ആണല്ലേ. ഇപ്പൊ മടിയ മാമന് സൈഡിലൊക്കെ ആയി. അത് ഞാൻ തുടക്കുക. മാമന് പോകാൻ പാടില്ല, മെഡിസിനെ കൊണ്ടേ 16 ദിവസത്തേക്ക്. ഒന്നും കൂടി റെസിപ്പി ഞാൻ പറഞ്ഞില്ലേ, പിന്നെ പൊടിച്ചിട്ട് പത്തിരി പൊടിന്റെ പത്തിരിക്കരിപ്പ് എടുക്കുക. എന്നിട്ട് ഇത് കുഴച്ച് വെക്കുക. ഞങ്ങളൊരു 1/2 മണിക്കൂർ കുഴച്ച് വെച്ച് ശർക്കര ഉരുക്കിയത് അതിലേക്ക് ഒഴിക്കുക. ശർക്കര പാനി. ഓക്കെ. അമിത്തും തന്നെ ഇങ്ങനെ പറഞ്ഞ ഇത് ചൂടില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ആകാശിനെ വീഡിയോ എടുക്കാൻ കുറച്ചാൾ വെച്ചോ. അപ്പൊ മാമി അറിഞ്ഞ് വേണ്ട വന്നോട്ടെ. ഞാൻ പറഞ്ഞ അങ്ങനെ കാത്തിക്കണ്ടെങ്കിൽ ഇതാക്കിക്ക് വന്നു. അപ്പോൾ ഒരു കുഴിയിൽ കുഴി ഇതാക്കാൻ മാത്രം. അമ്മ അറിയാം ഈ സംഭവമൊക്കെ അറിയോ? അമ്മയ്ക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല. അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കുമല്ലോ. അതിലേക്ക് ഇതാക്കലേ തെറിച്ചു പോകും. തെറിച്ച് വെളിച്ചെണ്ണ കുഴപ്പമില്ല. ഇത് ബ്ലാക്ക് ആയില്ലല്ലോ അമ്മൂമ്മ. ഏത് ബ്ലാക്ക് ആയല്ലോ, ചുറ്റുകൊണ്ടിരിക്കല്ലേ. ദരിശ കഴിക്കാൻ കിട്ടിയല്ലേ. അയക്കണോ? എന്താ അരീക്ഷയ്ക്ക് അയക്കണം, അരീക്ഷയ്ക്ക് അയക്കണം എന്ന് പറയുന്നത്? നിങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി അയച്ചു വിടി. ഇന്ന് അയച്ചാൽ നാളെ എത്തും അവിടെ. ഈ പോയി വന്നേ. ഓ എപ്പോ? ഞാൻ പറഞ്ഞ അടുത്ത ദിവസം തന്നെ പോയി. തിരിച്ചു വന്ന് അങ്ങനെ തിരിച്ചു വന്ന് പോയി. പ്ലെയിൻ കയറി പോയി. ആ പോയി. അരിപ്പൊടിയിൽ ശർക്കര ഒഴിച്ച് പിന്നെ തേങ്ങാക്കൊത്ത് ഇട്ടുക്കുന്നോ? തേങ്ങാക്കൊത്ത് ഇട്ടുക്കുന്നു മാമി. നോക്കട്ടെ കാട്ട്. എന്ത്? അതൊക്കെ കാണിക്കാം. പിന്നെ ഇതെന്താ ഇട്ട? ജീരകം ഇല്ലല്ലോ. എന്താ? എള്ളിട്ടിട്ട് ജീരകം ഇടും. ഓ ജീരകം ചെറുക്കിടും. ഓക്കെ. വേറെ ഒന്നും വേണ്ട അല്ലേ? ഈ ചിരിച്ച പക്ഷെ ഞാൻ ഈ അടുപ്പിലാണ്ടാക്കിയ. എന്ത് പറ്റി? ഒന്നുമില്ല, പോരാല്ലേ? ഇതാ എനിക്കിഷ്ടം. എവിടെയും അടുപ്പില്ല, എല്ലായിടത്തിലും ഗ്യാസാ. ഞാൻ പറഞ്ഞു എനിക്ക് അടുപ്പ് വേണം. ആരോട്? മാമനോട്. മാമ ഇത് ഒഴിവാക്കാൻ നിന്നാ? മാമൻ പറഞ്ഞു ഒക്കെ എവിടെയും അടുപ്പില്ലല്ലോ. ഇതൊന്നിങ്ങനെ പിടിക്ക്. മേത്തേക്ക് വെളിച്ചെണ്ണ എങ്ങനെ പിടിച്ചാ മതി ഒരു കൈകൊണ്ട്. എന്തിനാ? എനിക്ക് ഒഴിക്കായി. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇതില് കാണിക്കാനാണ്. അങ്ങനെ വെച്ചോ. അടുത്ത സെറ്റ് അത് 2 എണ്ണം അവിടെ തന്നെ വെച്ച്. അത് ഞാൻ കുത്തിപ്പോ. നമ്മൾ പറഞ്ഞു നിർത്തി എവിടെയാ അടുപ്പില്ല. അമ്മേന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞങ്ങളെ അടുത്ത് മാത്രമേ അടുപ്പുള്ളൂ. അതൊരു വലിയ സംഭവം കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്ക്. ആരെടുത്തും ഈ ഭാഗത്തില്ലാത്തൊരു സാധനം അമ്മമ്മയ്ക്ക് മാത്രമുണ്ട്. അമ്മമ്മ ഒരു ടോപ്പ് സംഭവം കേട്ടോ അമ്മമ്മ. അതിന് എപ്പോഴാണ് കറക്റ്റ്? അതിപ്പോഴും ബ്രൗൺ ആയിട്ടല്ലേ ഉള്ളൂ. എനിക്ക് കറുത്ത ഉണ്ണിയപ്പാ വേണ്ടത്. കുറച്ച് അതിലിത്തിരി നെയ്യും കൂടി ഇട്ടിക്കോ. എന്താ? നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് നെയ്യ് ഇട്ടിക്ക് എനിക്ക് ടേസ്റ്റിന്. അതില് മാത്രം ഒരു 50. അത് കുഴപ്പമില്ല. അതില് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്തിനെടുത്താലും നെയ്യ് ഇട്ടിച്ച വെളിച്ചെണ്ണയ്ക്ക് ടേസ്റ്റ്. അതിനെന്താ നല്ല നെയ്യിന്റെ ടേസ്റ്റ് ഉള്ള പപ്പടം കിട്ടൂലെ. ഒന്ന് കാണിക്കാം അമ്മ. പല്ല് കാണിച്ച് ചിരിക്കി. അയ്യോ തോന്നിട്ട് എന്നിട്ട് ഇവിടെ ഇരുന്നോട്ടെ. ഇതോടെ പോയി. ഈ ചിരിയില്ല. ഈ ഒന്നും കൂടി പല്ല് പോരട്ടെ. ഇതെന്താ സാധനം? കാണിക്ക്. എവിടെ? ഓ അമ്പോ. എല്ലാ പൊതിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവോ?
ഓക്കെ. എന്താ സാരി മാറ്റിയാനോ കൊണ്ടോ അത് ഓഫാക്കാൻ പറഞ്ഞ? നേരത്തെ ഉള്ള സ്റ്റൈലൻ സാരി പോയാനോ? ഓക്കെ ശരി. മാല ഊരി വെച്ച് അതൊന്ന്. ഓക്കെ ശരി ശരി. ഇഷ്ടമുള്ള വെച്ചോളി, ഞാൻ ഇഷ്ടമുള്ള വെച്ചോളി. കൊറേ താങ്ക്സ്.